നമസ്കാരം, വെൽക്കം ടു സിംപ്ലി ശ്രീ. ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലിനടുത്തുള്ള കല്ലേലി ഊരാളൻ അമ്പലത്തിന്റെ മൂലസ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഈ അമ്പലത്തിലെ സെക്രട്ടറി സാറുണ്ട്. അപ്പം സാറിന്റെ അടുത്ത് അമ്പലത്തിനെ കുറിച്ച്, അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് ശ്രീനാഥ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. സാറിന്റെ പേര്? എൻ്റെ പേര് സലീം കുമാർ, ശ്രീ കല്ലേലി ഊരാളി പൂങ്കാവിന്റെ സെക്രട്ടറിയാണ്. ഓക്കെ, ഇവിടുത്തെ അമ്പലത്തിന്റെ മെയിൻ ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഐതിഹ്യം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എലിയറക്കൽ ന്യൂസിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്കായി അച്ചൻകോവിൽ പുണ്യനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനമായിട്ടുള്ള കാവാണ് ശ്രീ കല്ലേലി ഊരാളി പൂങ്കാവ്. ശ്രീ കല്ലേലി ഊരാളി പൂങ്കാവിലെ ആരാധനാ സങ്കല്പം എന്ന് പറയുന്നത് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ 999 മലകൾക്ക് അധിപനും പ്രപഞ്ചശക്തിയും 30 കോടി ദേവഗണങ്ങൾക്ക് അധിപനായി വാഴുന്ന പ്രപഞ്ചശക്തിയാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന് യുഗങ്ങളോളം പഴക്കമുണ്ട്. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നു പോകുന്ന കാവാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. കൗളാചാര വിധിപ്രവണ പൂജകളും ആചാരങ്ങളും നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വരുന്ന കാവാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഊരാളി ശേഷന്മാരാണ്. പ്രഭാതത്തിൽ തന്നെ കാവുണർത്തി, മലയുണർത്തി, കാവ് ആചാരങ്ങളോടെ പ്രകൃതിയെ ധ്യാനിച്ചുകൊണ്ട് പ്രകൃതിക്ക് ഊട്ട് സമർപ്പിച്ചുകൊണ്ടാണ് രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വിശേഷാൽ വഴിപാട് എന്ന് പറയുന്നത്, അപ്പൂപ്പന്റെ ഏറ്റവും പ്രധാന വഴിപാട് എന്നത് താമ്പൂല സമർപ്പണമാണ്. വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും പുകയിലയും കള്ളും കരിക്കും ഊരാളി അപ്പൂപ്പന്റെ പൗത്രമായ തിരുക്കളരിയിൽ സമർപ്പിച്ച് തിരുസന്നിധിയിൽ കടന്നു വരുന്ന ഭക്തന്റെ സർവ്വദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി, ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി 999 മലയും മലവില്ലന്മാരെയും വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഊരാളി ശേഷന്മാർ വിളിച്ചു ജോലി പ്രാർത്ഥന നടത്തുമ്പോൾ ഭക്തന്റെ സർവ്വവിധ ദോഷ ദുരിതങ്ങൾ മാറുമെന്നുള്ളൊരു വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിരവധി ഭക്തജനങ്ങൾ ഊരാളി അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ താമ്പൂലം സമർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നു. താമ്പൂലം അപ്പൂപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. അതിനുശേഷവും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പടേനിയാണ്. 3 കരിക്ക് മുതൽ 1001 കരിക്ക് വേണം മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. മല വിഭവങ്ങളാണ് മലയ്ക്ക് പടേനിക്ക് സമർപ്പിക്കുന്നത്. വിത്തും കരിക്കും, അതായത് നെല്ലും കരിക്കും പൂജാദ്രവ്യങ്ങളും അപ്പൂപ്പന്റെ പൗത്രമായ തിരുക്കളരി സമർപ്പിച്ചുകൊണ്ട് ഊരാളി ശേഷന്മാർ ഭക്തന്റെ ദോഷങ്ങൾ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി വിളിച്ചു ചൊല്ലി അപേക്ഷിച്ചാണ് മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. അത് ഏത് ദിവസത്തിലായിരിക്കും? എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് മലയ്ക്ക് പടേനി സമയം. ഭക്തജനങ്ങള് താമ്പൂലം സമർപ്പിച്ചു കഴിയുമ്പോൾ രാശി നോക്കി ഊരാളിമാർ ഫലം പറയുന്നു. അതനുസരിച്ചാണ് മലയ്ക്ക് പടേനി വഴിപാട് സമർപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നത്. മലയ്ക്ക് പടേനി നടത്തി കഴിയുമ്പോൾ സർവ്വവിധ ദോഷങ്ങൾ മാറി അഷ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നുള്ള വിശ്വാസമാണ് ദിനംപ്രതി ഭക്തജനങ്ങൾ മലയ്ക്ക് പടേനി സമർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. ചെറിയ പടേനിയും വലിയ പടേനിയും ഉണ്ട്. ചെറിയ പടേനി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കാര്യങ്ങൾക്കും, വലിയ പടേനി വലിയ കാര്യങ്ങൾക്കും സമർപ്പിക്കുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ മലദൈവമായതുകൊണ്ട് മലയെ പ്രീതിപ്പെടുത്തിയാണ് മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. അപ്പം മറ്റുള്ളൊരു കാവുകളിലും ആരാധനാ കേന്ദ്രങ്ങളൊന്നും ഈ മലയ്ക്ക് പടേനി ഇപ്പോൾ സമർപ്പിക്കുന്നില്ല. പക്ഷേ അപ്പൂപ്പന്റെ തിരുസന്നിധി എല്ലാ ദിവസവും രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ഊരാളി ശേഷന്മാർ മലയുണർത്തി മലയ്ക്ക് പടേനി സമർപ്പിച്ചാണ് രാവിലത്തെ പൂജാതി കർമ്മങ്ങൾക്ക്. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 9 മണിക്ക്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്, അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ ആയിരക്കണക്കിന് മാനരശേഷന്മാരുണ്ട്. അപ്പോൾ അപ്പൂപ്പന്റെ തിരുസന്നിധി എന്ന് പറയുമ്പോൾ നാനാജാതി മതസ്ഥർക്കും അതോടൊപ്പം തന്നെ സർവ്വജരാചരങ്ങൾക്കും ഊട്ടും പൂജയും കൊടുക്കുന്ന ഒരു സന്നിധിയാണ്. അപ്പോൾ രാവിലെ തന്നെ വാനരകുല ജാതന്മാർക്ക് പ്രത്യേകം വാനരൂട്ട് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ചൻകോവിൽ പുണ്യനദി എന്ന് പറയുന്നത് നീലക്കൊടുവേലിൽ ഔഷധഗന്ധം പേറുന്ന പുണ്യനദിയാണ്. ലക്ഷക്കണക്കിന് തിരുമീനുകൾക്ക് മീനൂട്ട് സമർപ്പിക്കുന്നു. പിന്നെ ഈ വനത്തിൽ അനവധി ആനകളുണ്ട്, കാട്ടാനകളുണ്ട്. കാട്ടാനയ്ക്ക് രാവിലെ ഊട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് ഊരാളി അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും രാവിലത്തെ പൂജ സമർപ്പിക്കുന്നത്, പ്രഭാത പൂജ. അതിനുശേഷം അന്നദാന വഴിപാട് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ അന്നദാന വഴിപാട് സമർപ്പിക്കുന്നു. അപ്പോൾ തികച്ചും പ്രകൃതി ആരാധനയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വന്മാരും പിതൃക്കന്മാരും പകർന്നു നൽകിയിട്ടുള്ള ആചാരമാണിത്. ആ പ്രകൃതിക്ക് കോട്ടം സംഭവിക്കാതെ പ്രകൃതിയെ മുൻനിർത്തി ഇവിടുത്തെ കാവിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കണം. ഒരു മരം പോലും മുറിക്കാതെ മരത്തെയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സർവ്വചരാചരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഓരോ പൂജകളും സമർപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കാവിലുള്ള സർവ്വചരാചരങ്ങളെയും ഉണർത്തിക്കൊണ്ട് മാനവകുലത്തിനും സർവ്വചരാചരങ്ങൾക്കും എല്ലാ നന്മകളും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഓരോ പൂജകൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പൂപ്പന്റെ തിരുസന്നിധിയിലെ അപ്പൂപ്പന്റെ മലക്കൊടിയുണ്ട്. മലക്കൊടി എല്ലാ മലയാള മാസം 1-ാം തീയതി ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി നിലവറ തുറന്ന് ദർശനം നടത്തുന്നു. മലക്കൊടി എന്ന് പറയുന്ന അപ്പൂപ്പന്റെ പ്രതിരൂപമാണ്. ആ മലക്കൊടി ദർശിച്ച് സ്വർണം കൊണ്ട് സ്വർണ്ണമാണ്, പൂർണ്ണമായും സ്വർണ്ണത്തിലാണ് അപ്പൂപ്പന്റെ മലക്കൊടി. മലയുടെ കൊടിയാണ്. 999 മലയുടെ കൊടിയാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു. ആ ഭക്തജനങ്ങൾക്ക് മലക്കൊടിക്ക് വഴിപാട് സമർപ്പിക്കാം, വഴിപാട് പൂജ സമർപ്പിക്കാം. അതുപോലെ മലവില്ലുണ്ട്.
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ തിരുസന്നിധി ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് പർണശാല തീർത്തുണ്ട്. പർണശാല എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വന്മാരെയും പിതൃക്കന്മാരെയും ഒക്കെ നമ്മൾ അവിടെ ഇരുത്തി ഊണും പൂജയും കൊടുക്കുന്നതാണ് പർണശാല. അപ്പോൾ തിരുസന്നിധിയിൽ കടന്നു വരുന്ന ഭക്തജനങ്ങൾ ആ പർണശാലയിൽ പോയി നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വന്മാരെയും പിതൃക്കന്മാരെയും ഒക്കെ നമസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പിതൃക്കന്മാരുടെയും പൂർവ്വന്മാരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. മോക്ഷം കിട്ടുമെന്നുള്ള അതാണ്, പിതൃക്കന്മാരാണ് ഏറ്റവും പ്രധാനം നമ്മുടെ. അതുകൊണ്ട് തന്നെ ആശാന്മാർക്ക് നമ്മുടെ വിദ്യയെ അഭ്യസിച്ച് നമുക്ക് അനവധി ആശാന്മാരുണ്ട്. ആ ആശാന്മാരെ അവിടെ കുടിയെത്തിയിട്ടുണ്ട്. ഓരോ തന്നെ അപ്പൂപ്പന്റെ തിരുസന്നിധി പുറങ്കളവും അകങ്കളവും. പുറങ്കളവും എന്ന് പറയുമ്പോൾ ഉഗ്രമൂർത്തി സങ്കല്പമാണ്. പേയ മുന്നോടി അങ്ങനെയുള്ള രക്തരക്ഷസുള്ള അങ്ങനെയുള്ള പുറങ്കളത്തിൽ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മോശം കിട്ടാതെ പോയിട്ടുള്ള അനവധി പിതൃക്കന്മാരുണ്ട്. അപ്പൊ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ മോശം കിട്ടാത്ത പിതൃക്കന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. അകങ്കളമുണ്ട്. അകങ്കളത്തിലാണ് നമ്മുടെ സർവ്വ ചൈതന്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള പൂജകൾ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നിലനിൽക്കുന്നത്. തിരുസന്നിധിയിൽ കിടന്നു വരുന്ന ഓരോ ഭക്തനും ഊരാളിയപ്പൂപ്പൻ എന്ന് പറയുന്നത് അദൃശ്യനും അരൂപിയാണ്. രൂപവും ഭാവവും ഇല്ലാത്ത അദൃശ്യവും ശക്തിയാണ്. മഞ്ഞായും മഴയായും കാറ്റായും ഒക്കെ നമ്മളെ തലകൂടിക്കൊണ്ട് ഊരാളിയപ്പൂപ്പന്റെ നിറഞ്ഞ അനുഗ്രഹം നമ്മൾക്കുണ്ടാകുന്നുള്ള വിശ്വാസമാണ്. ഏതൊരു ഭക്തനും ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ കടന്നു വരാം. 24 മണിക്കൂറും ദർശനമുള്ള കാവാണ്. ജാതിയോ മതമോ വർണ്ണമോ ഒന്നും തന്നെയില്ല. ഏത് സമയത്തും ഭക്തജനങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വരാം. 24 മണിക്കൂറും 24 hours ഓപ്പൺ ആണ്. ഭക്തജനങ്ങൾക്ക് കടന്നു വരാം. അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്താണെന്ന് ഊരാളി സ്റ്റേഷന്മാരോട് നമ്മൾ പറയുന്നു. അപ്പോൾ ഊരാളി സ്റ്റേഷന്മാർ താമ്പൂലം സമർപ്പിച്ചുകൊണ്ട് മലയുണർത്തിക്കൊണ്ട് കരിക്കുടച്ച് രാശി നോക്കിയാണ് ഫലം പറയുന്നത്. ആ രാശിയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടോ, കാര്യങ്ങൾ നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. അതിന് പരിഹാരങ്ങളും പറയും. ആ പരിഹാര പൂജ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് ഉചിതമായ തീരുമാനം ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധി ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കാര്യസ്ഥിതി പൂജ നടക്കുന്ന ഒരു കാവാണ് ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ. ഏത് ദിവസമായിരിക്കും അത് വിശേഷാൽ അത് നമ്മൾ ഇവിടുന്ന് ഫോൺ വിളിച്ചറിയിക്കും. അപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കാര്യസ്ഥിതി പൂജ എന്ന് പറയുമ്പോൾ അപ്പൂപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശംഖാണ്. ശംഖ് കറക്കി ഭക്തന്റെ ദോഷദുരിതങ്ങളൊക്കെ നോക്കി പറയുന്ന അത് പൂർവിക ആചാരപ്രകാരമുള്ള ഒരു കർമ്മമാണ്. അത് ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധി നടക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നചിന്ത പരിഹാര പൂജ എന്നാണ് അറിയുന്നത്. പ്രശ്നചിന്ത നടത്തിക്കൊണ്ട് പരിഹാര പൂജയായിട്ട് കാര്യസ്ഥിതി പൂജ നടത്തും. ഈ താമ്പൂലത്തിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തോ ഞാനത് വായിച്ചായിരുന്നു. താമ്പൂലം എന്ന് പറയുമ്പോൾ വെറ്റിലി അടയ്ക്കയും ചുണ്ണാമ്പും പുകയിലയും അത് പ്രകൃതി വിഭവമാണ്. അപ്പൊ ആ പ്രകൃതി വിഭവങ്ങൾ ഒരു മുടത്തിൽ അപ്പൂപ്പന്റെ പൗത്രമായ കളരിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പൂർവ്വന്മാരെയും പിതൃക്കന്മാരെയും അതോടൊപ്പം തന്നെ സർവ്വചരാചരങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 999 മലയെ സംഘടിപ്പിച്ചാണ് ഈ താമ്പൂലം സമർപ്പിക്കുന്നത്. ആ താമ്പൂലം സമർപ്പിക്കുമ്പോൾ ആ ഭക്തന്റെ ദോഷങ്ങൾ എന്താണെന്ന് കൃത്യമായി തന്നെ ഊരാളിക്ക് അത് മനസ്സിലാവും. ആ ദോഷങ്ങൾ എന്താണെന്ന് ഊരാളി ഭക്തനോട് പറഞ്ഞ് അതിന് പരിഹാരം ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഭക്തന്റെ കാര്യങ്ങൾ നടക്കുന്ന വിശ്വാസമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ആ എത്ര വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്? ഏകദേശം കാവിന് യുഗങ്ങളോളം പഴക്കമുണ്ട്. 1000-ലധികം വർഷത്തോ പഴക്കമാണ് കാവിന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം കൗളാചാരമാണ്. മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നുമില്ല. കൗളാചാരം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പൂർവികർ പകർന്നു നൽകിയിട്ടുള്ള ഒരു ആചാരമാണ്. അത് സത്യസന്ധമാണ്. അതിനകത്ത് അത് പച്ചലയും കത്രിയുമാണ്. പറഞ്ഞാൽ പറഞ്ഞതാണ്, ചെയ്തതാണ്. അതാണ് ആ ഒരു കർമ്മം വേറെ ആർക്കും ചെയ്യാം. അത് ഊരാളി സ്റ്റേഷന്മാർക്ക് മാത്രമേ ആ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ. വേറെ എന്തെങ്കിലും ഇവിടെ പ്രത്യേക ആചാരങ്ങൾ, മാസാചാരങ്ങൾ അല്ലെങ്കിൽ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുസന്നിധിയിലെ വൃശ്ചികം 1 മുതൽ മകരം 1 മകരവിളക്ക് വരെ മണ്ഡല ചെറുപ്പ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും 41 ദിവസമാണ് ചെറുപ്പം നടക്കുക. പക്ഷേ ഊരാളിയപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ മകരവിളക്ക് വരെയാണ്. അപ്പോൾ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചൻകോവിൽ ശാസ്ത്രമായിട്ടും ഉടനെ കറുപ്പസ്വാമി പാണ്ഡ്യ മലയാളം അടയ്ക്കുവാണ് വീരയോധവായ കറുപ്പസ്വാമിയും കറുപ്പായുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ മകരവിളക്ക് വരെ തിരുസന്നിധിയിൽ ചെറുപ്പ മഹോത്സവം നടക്കുന്നത്. 51 ദിവസമാണ്. വൈകിട്ട് തൃപ്പടി പൂജയുണ്ട്. ഈ 41 പടിയിൽ 41 മലവിലന്മാരെയാണ് പ്രതിഷ്ഠിച്ചത്. അപ്പം ഈ 41 മലയ്ക്കുള്ള പടിപൂജ വൈകിട്ട് സമർപ്പിക്കുന്നു.
അമ്മമാരെ അമ്മുമ്മേ കുട്ടിച്ചാത്തനെ നാരായണ നമ്പുരാനെ കാഞ്ചേരി വല്യച്ഛനെ ഗണപതിയേ നാരായണ നമ്പുരാനെ കാഞ്ചേരി വല്യച്ഛനെ മൂർത്തിത്തമ്പുരാനെ 990 മലവില്ലന്മാരെ അപ്പൂപ്പനെ ദേശമേ ശേഷം അച്ചൻകോവിൽ പുണ്യനദിയിൽ പിന്നെ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് എല്ലാ ഈ മണ്ഡലച്ചെറുപ്പ് മുഹൂർത്തത്തിനെയും നമ്മൾ ആറ്റുവിളക്ക് സമർപ്പിക്കും. ആറ്റുവിളക്ക് ഇന്ന് 51 ദിവസമാണ്, 51 ദീപമാണ് നമ്മൾ ആറ്റിൽ കൂടി എടുക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിലെ സർവ്വദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഈ ആറ്റുവിളക്ക് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ ദീപാരാധനയും ദീപകാഴ്ചയും സമർപ്പിക്കുന്നത്.
അപ്പം വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൂർവികന്മാര് പകർന്നു നൽകിയിട്ടുള്ള കൗളാചാര വിധി പ്രകാരമുള്ള ദ്രാവിഡ ആചാര പ്രകാരമുള്ള പൂജകളും പൂജാവിധികളുമാണ് ഊരാളി പൂരം തിരുശല്ലിൽ നടന്നു വരുന്നത്. അതെല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസയോഗ്യമായ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി താങ്ക്സ് സർ. കൗളാചാര പ്രകാരം വന്നുകൊണ്ടിരിക്കുന്ന ശ്രീ കല്ലേലി അപ്പൂപ്പൻ കാവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഒത്തിരി താങ്ക്സ്. സാറിന്റെ പേര് ഞാൻ വിട്ടു, സലീം കുമാർ സാറിന് ഒത്തിരി താങ്ക്സ് സെംബ്ലി സിറിയുടെ വക. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.